ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെയിൽസ് ഓഫ് ലൈഫ് ബൈ ആതിര. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം രാവിലെ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, കുട്ടികളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. മൂത്ത 2 കുട്ടികളും സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 2 വീക്സ് കൂടി ഉള്ള അവർക്ക് ക്ലാസ്. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്കൂളൊക്കെ അടയ്ക്കും. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആണ് ഏകദേശം ഇവിടെ സ്കൂൾ അടച്ചിട്ട് പുതിയൊരു ഇയർ സ്റ്റാർട്ട് ആവുന്നത് സെപ്റ്റംബറിലേക്കാണ്. അപ്പോൾ ഇനിയൊരു 2 വീക്സ് ഉള്ള അവർക്ക് ക്ലാസ് ഒക്കെ. അപ്പോൾ ഇന്നവർ ഒരു വീക്കെൻഡിന് ശേഷം അവർ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനും മാൻവിക്കുട്ടിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ചോറ് വെക്കണം, ഒരു തോര വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു, ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കറിയുണ്ട്. അപ്പോൾ ബാക്കി പരിപാടി എന്തൊക്കെയാന്ന് നോക്കാം. വായോ. ചോറും കറിയൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ ടാസ്ക്കാണ്. കാരണം ഈ കുട്ടി ഇങ്ങനെ തോളേന്ന് ഇറങ്ങത്തേ ഇല്ല. സർവ്വസമയവും തോളേ കയറി ഇങ്ങനെ ഇരിക്കും. ഞാനിപ്പോൾ ഒരു TV വെച്ച് കൊടുത്താൽ പോലും ആൾ അവിടെ ഇരിക്കത്തില്ല. എനിക്ക് ജോലി ചെയ്യാൻ എന്നെ സമ്മതിക്കത്തില്ല. അവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ അവളുടെ കൂടെ വന്നിരിക്കണം, ഞാൻ അവൾക്ക് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് അവളുടെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അവൾ തന്നെ TV ഒക്കെ ഓഫ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരും. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്. TV കാണാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ആൾക്ക്. അല്ലേ തുത്തു? നമ്മൾ തുത്തു എന്നാണ് സ്നേഹത്തോടെ വീട്ടിൽ വിളിക്കാറ് കേട്ടോ. മാൻവിക്കുട്ടിയെ, മാൻവി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ നെയിമാണ്. ഇപ്പോൾ എത്ര വയസ്സായി? 2 വയസ്സായി അല്ലേ? ഇനി അടങ്ങിയൊക്കെ ഇരിക്കണ്ടേ? നല്ല കുട്ടിയായിട്ടിരിക്കണ്ടേ? ഇനി വഴക്കുണ്ടാക്കാൻ പാടുണ്ടോ? അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാൻ വായോ. അപ്പോൾ ഇതാണ് എൻ്റെ റൈസ് കുക്കർ. ഈ റൈസ് കുക്കർ ഞാൻ ചോറ് വയ്ക്കാനല്ല ഇവിടെ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ചോറ് വയ്ക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. കാരണം അതെന്തോ ഒരു ചോറ് വേവാത്ത പോലൊക്കെ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറുള്ളത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ദോശമാവൊക്കെ അരച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇതിനകത്താണ് വൈകിട്ട് അരച്ച് വെക്കാറ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് രാവിലത്തേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പുളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ അങ്ങ് വെച്ചു. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ പൊതുവെ സാധാരണ ചെയ്യാറ്. ഇതിനകത്താണ് ദോശമാവൊക്കെ ഉണ്ടാക്കി വെക്കുക, ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം. കാരണം ഇവിടെ പൊതുവെ ഇച്ചിരി തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്യാബേജ് തോരൻ വയ്ക്കാം. പിന്നെ സാമ്പാർ രാവിലത്തെ ഇരിപ്പുണ്ട്. അതൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് പപ്പടങ്ങൾ കാച്ചിയാൽ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇവിടെ എങ്ങനെ തണുപ്പായതുകൊണ്ടല്ല നമ്മൾ ചൂടായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ രാവിലെ വെച്ച് വൈകിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ചാൽ പോലെ നമുക്ക് വൈകിട്ടത് ചൂടാക്കി എടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് കൂടുതലും നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കി ഉച്ചക്കത്തേക്ക് അത് തീർക്കും. എന്നിട്ട് വൈകിട്ട് വേറെ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. പിള്ളേരെയും കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാൽ പോലും അതാണ് നല്ലത്. ചോപ്പർ എൻ്റെ ഋഷിക്ക് ഒരു വയസ്സുള്ള സമയത്ത് അന്ന് വാങ്ങിയ ഒരു ചോപ്പറാണ് കേട്ടോ ഇത്. ചോപ്പർ എന്ന് വെച്ചാൽ ഇത് സ്മൂത്തി എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ സ്മൂത്തി ഇപ്പം ആ ഒരു സാധനം ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനം മാത്രമാണ്. ഈ ചോപ്പർ എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടത്. പിന്നെ ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ, ഇത് ജീപ്പാസിൻ്റെയാണ്. ഈ ഒരു ബ്രാൻഡിനെ പിന്നെ ഞാൻ തപ്പി നടന്ന് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഞാൻ ഋഷി ഉണ്ടായ സമയം തൊട്ടിട്ട് എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ട് നടക്കുന്നൊരു, എവിടെ പോയാലും നാട്ടിലായിരുന്നപ്പോൾ നല്ല യൂസ് ചെയ്യായിരുന്നു, ദുബായിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അവിടെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ആഫ്രിക്കയിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ വർഷങ്ങളായിട്ട് കൂടെ നടക്കുന്നൊരു സാധനമാണിത്, ചോപ്പർ. ഇതുള്ളത് എനിക്ക് വളരെ ഉപകാരമാണ്. കാരണം ഈ കുട്ടികളെ കൊണ്ട് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇതിലാണ് പെട്ടെന്ന് പരിപാടി തീർക്കുക. അപ്പോൾ ഈ ഒരു ചോപ്പർ ഉള്ളത് എനിക്ക് വളരെ ഉപകാരമാണ് കേട്ടോ. എൻ്റെ ഋഷിമോൻ ഉണ്ടായ സമയം തൊട്ടിട്ട് അവനൊരു 1 വയസ്സ് ആകുന്നതിന് മുന്നേ, അവനൊരു 6 months ആയപ്പോൾ അവന് കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെ സ്മൂത്തി ആക്കി കൊടുക്കാനായിട്ട് ഞാൻ അന്ന് വാങ്ങിയ ഒരു ഐറ്റമാണ് ഇത്. കണ്ടില്ലേ, ഇപ്പോൾ ക്യാബേജ് അരിഞ്ഞ് നല്ല കുരുമുനാന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
കാണാനായിട്ട് ആൾ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് സമാധാനമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എത്ര നേരം ഇരിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്തായാലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് പോകാം. ഏതാ? ആ കാണിക്ക്. ഏതാ? ഇതാണോ? പൂച്ചയോ? പൂച്ചയുടെ ആണോ വേണ്ടേ? ഓക്കെ. അവിടെ കയറി ഇരുന്ന് കണ്ടാട്ടെ. പൂച്ച ഫാനാണ്, പൂച്ച ഫാൻ. ചെരുപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുക, അല്ലെങ്കിൽ തണുപ്പാണ്. അടങ്ങിയിരിക്കണേ, അമ്മ വേഗം പണി തീർത്തിട്ട് വരാവേ. ആ അപ്പോൾ അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് ചോറ് വെക്കലാണ്. അപ്പോൾ ഞാനിവിടെ പൊതുവേ കുക്കറിലാണ് ചോറ് വെക്കാറ്. നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ 2-3 കഴുകൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ഒരു നല്ല തെളിഞ്ഞ വെള്ളം ആകുന്ന വരെ ഒന്ന് കഴുകിയിട്ട് അത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വിസിൽ കേട്ടിട്ടാണ് ഞാൻ ഓഫ് ചെയ്യാറ്. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ചോറെല്ലാം സെറ്റായിട്ടുണ്ടാവും. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വെള്ളം കുറച്ചുകൂടെ ഒഴിക്കും, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും, എന്നിട്ടാണ് ഞാൻ പതിവായിട്ട് ഊറ്റാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ചോറ് നല്ല നമ്മൾ നാട്ടിലൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ നല്ല വിട്ട് നല്ലതായിട്ട് ചോറ് കിട്ടും. ഒരടുപ്പിൽ ചോറ് ഇരിക്കുന്നുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് റെഡിയാക്കാം. കണ്ടോ, ഇരിക്കുന്നതിനിടയിൽ ഓടി വരും. അപ്പോൾ ഇത് അടുപ്പിലായിട്ടുണ്ട്. വാ, ഇത് മാറ്റണോ? ടോമഞ്ചേരി വെക്കട്ടെ? പിന്നെ ഏതാ? ഷാർക്ക് അതേതാ? ഷാർക്ക് ഡുഡു ആണോ? ആ വെച്ച് പോയിരുന്നോ? അവിടെ പോയിരിക്കേ. പൂപ്പി ഇല്ല, ഇത് കണ്ടിട്ട് അടുത്തത് പൂപ്പി. കണ്ടോ, ഒരെണ്ണത്തിൽ നിൽക്കൂല ഗൈസ്. ആ അത് ഷാർക്ക് ഡുഡു അത്. ഓ വരുന്നു. ഓക്കെ വെച്ചു. ജോണി ഗുഡ് ഗേൾ ആണോ? നല്ല മോളാണോ? കുട്ടി സ്കൂളിൽ നിന്ന് വന്നോ? സ്റ്റിക്കർ കിട്ടിയില്ലേ? അയ്യോ, അതെന്താ? What happened to you? അടുത്ത ആളെ സ്കൂള് വിട്ട് വന്നു. 12:30 ആയപ്പോ അല്ലേ? ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ചു? എന്താ ചുറ്റു? ചോറ് വേണോ? ചോറ് വേണോ? അല്ല, കുത്തുന് മാമ വേറെ എടുത്തിട്ടുണ്ട്. കുത്തുനുള്ളത് വാ, ഇവിടെ വന്നിരിക്കും. പാട്ട് കേട്ട് ചാച്ചാ വാ, കണ്ണാന്നപ്പി പാട്ട് കേട്ട് ചാച്ച. ഞാൻ തുത്ത് കിടക്കുന്നുണ്ടോ? നമുക്ക് ഉറങ്ങാ ഇനി. അയ്യോ ഉറങ്ങാ, നല്ല കുട്ടിയല്ലയോ? ഉറങ്ങാ.
അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങി. അവരിനി ഒരു 4 മണിയാവും എഴുന്നേക്കാനായിട്ട്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നതിന് ശേഷം ലൈറ്റായിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. കാരണം ഇപ്പം കണ്ണിന് അവന് പ്രശ്നമുണ്ട്. ഒരുപാട് നേരം TV കാണും. ഇനി നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു അവിടെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ ഇടാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോവാം. അപ്പോൾ ചായയൊക്കെ ഇട്ട് റെഡിയാക്കി ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഇത്. മമ്മി ആൻഡ് സൺ ടൈം. ചായ കുടിക്കാൻ പോവുകയാണ്. ബ്രെഡ് പൊരിക്കും. എന്തിനാ കരയുന്നേ? കുടു 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 കുടു. എന്തിനാ കരയുന്നേ? എന്താ? എങ്ങനെ കാണിച്ചേ? എങ്ങനെ വേണ്ടേ? പൊന്നു കണ്ണിന് കണ്ണുനീര് വന്നു. ആ അങ്ങനെ വേണോ? കുഞ്ഞിനെങ്ങനാ വേണ്ടേ? അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കി രണ്ടുപേരും കൂടെ വന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും വിശക്കുന്നൊക്കെ. അവർക്ക് പിന്നെ ഞാൻ ബ്രെഡൊക്കെ പൊരിച്ചു കൊടുത്തു. പിന്നെ പാലും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിക്കാൻ ഇങ്ങനെ ബാൽക്കണി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഏട്ടായും വരും ജോലിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഈ പെൺകുട്ടികൾ രണ്ടുപേരും ഇരിക്കുന്ന ഇരിപ്പിനാണ് അടി ഉണ്ടാക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അവരുടെ കരച്ചിലും ബഹളവും സന്തോഷവും കളികളും എല്ലാം കൂടെ ചേർന്നതാണ്. എല്ലാവരും പറയില്ലേ മൂത്ത കുട്ടികൾ എന്ത് കാണിക്കുന്നു അതായിരിക്കും അവരും കാണിക്കുക. അപ്പോൾ അവളുടെ റോൾ മോഡൽ ചേട്ടനാണ്. ചേട്ടൻ എന്ത് കാണിക്കുന്നു ഞാൻ അതുപോലെ ചെയ്യും എന്നാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ അവധി ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒന്ന് പോകും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. ഇനിയും വൈകിട്ട് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങും. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.